ഹായ് ഹലോ വെൽക്കം അഗെയിൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, ഈസി അല്ല എന്നല്ല, ഈസിയാണ്, പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ കുറച്ച് നമ്മുടെ റൈസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 2 കളർ എടുത്തിട്ടുണ്ട്, ഗ്രീനും യെല്ലോയും, പിന്നെ കുറച്ച് പഴവും, പിന്നെ കുറച്ച് ചെറിയും, കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. നമുക്ക് ബദാമിന് പകരം കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്കിനി സോക്കിങ് എന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിനെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യമേ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുക. നല്ല ചൂടായതിനു ശേഷം, പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ മെൽറ്റ് ചെയ്ത് വരും. അപ്പം ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ പഞ്ചസാരനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാണ്ട് ഇളക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് ചെയ്ത് ഇളക്കി അതിനെ ഒന്ന് നമ്മൾ മെൽറ്റാക്കി എടുക്കുക. മുഴുവനും നമ്മുടെ പഞ്ചസാരയെ മെൽറ്റാക്കി എടുക്കുക. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് ചെയ്യുക. ഒരുപാട് നമ്മൾ ഫ്ലെയിം വെക്കരുത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കുറച്ച് കൂട്ടി വെക്കുക, പിന്നെ കുറച്ച് വെക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച് ആവരുത്, കരിഞ്ഞു പോകരുത്. അപ്പം അങ്ങനെ നമ്മൾ ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക. മുഴുവനും ഒന്ന് അലിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ നിന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ച് ഈ പഞ്ചസാര മെൽറ്റായതെല്ലാം ഒന്ന് അലുത്തെടുക്കുക. അപ്പം ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം, കാരണം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് നമ്മുടെ ഇതിപ്പം മെൽറ്റായ പഞ്ചസാര ഇച്ചിരി കട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മെൽറ്റായി വരാൻ വേണ്ടി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ചെറിയ നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കുക. വലിയ നാരങ്ങ ആണെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് കടന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട. അപ്പോൾ തന്നെ നമുക്ക് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കാകാൻ വേണ്ട, എന്നാലും കുറച്ച് നേരം ഒന്ന് നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഒരുപാട് വറ്റിച്ച് കളയരുത്. ഇത് കുക്കാക്കി ഒരുപാട് വെള്ളം വറ്റിച്ച് കളയരുത്, അല്ലാണ്ട് കുറച്ച് വെള്ളം നിൽക്കുന്ന പരുവത്തിന് നമ്മൾ ഓഫ് ചെയ്യണം. കാരണം ഒരുപാട് കട്ടിയാവാൻ പാടില്ല, എങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററിൽ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് വെള്ളം പറ്റിച്ച് കളയാണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇച്ചിരി ഒന്ന് ബോയിലായാൽ മതി. നമ്മൾ ഇടുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവിനനുസരിച്ചിരിക്കട്ടെ. നമ്മൾ ഒരുപാട് ഇടുകയാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഇട്ടേക്കാൻ പാടില്ല, കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ വീട്ടിൽ കഴിക്കാൻ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ, നല്ല റിച്ച് പ്ലം ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ കുറേ അധികം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അല്ല, നമ്മൾ അത്ര റിച്ച് ആയിട്ടല്ല ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കനുസരിച്ച് നമ്മൾ പുറത്ത് കൊടുക്കുന്ന പ്ലമ്മിന് നമുക്ക് കാശ് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കാം. ഒരുപാട് വെള്ളം പറ്റി പോകണ്ട. വെള്ളം കുറച്ചൊന്ന് നിൽക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുപ്പിക്കാം. അപ്പോൾ ഈ ഒരു സോക്കിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 2 ദിവസം വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ. എങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും വെച്ചേക്കേണ്ട. നമ്മുടെ ഫ്രഷ് നമ്മൾ പുറത്ത് തന്നെ നന്നായിട്ട് ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനതിനെ ഒന്ന് ഓഫ് ചെയ്ത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല തണുത്തതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കാം.
ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ ഇത് ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് സോക്കായിട്ട് നല്ല ഇതായിട്ട് വരും. അപ്പോൾ എനിക്ക് നാളെ കൊടുക്കേണ്ട ഓർഡർ ആയതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത്. നാളെ വൈകിട്ടായിരിക്കും ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും സമയം വെച്ചേക്കുന്നുള്ളൂ. അപ്പോൾ 2-3 ദിവസമൊക്കെ വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഉണ്ടോ, ഈ ഒരു പരുവത്തിന് ഇച്ചിരിയും വെള്ളത്തിൻ്റെ ഇതിലായിരിക്കണം. ഒരുപാട് വെള്ളം വേണ്ടെന്നാലും നമ്മൾ നാളെ എടുക്കുന്ന സമയത്ത് നല്ല സോക്കായിട്ട് കുറച്ച് വെള്ളം അതിലുണ്ടാകുന്ന പാകത്തിനായിരിക്കണം വെച്ചേക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം വൈകിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ കരാമിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഞാനൊരു അലുമിനിയം പാത്രം വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ്, ഏകദേശം 3/4 കപ്പോളം ഉണ്ട് കേട്ടോ, പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ എനിക്കിത് പുറത്ത് കൊടുക്കേണ്ട ഓർഡറാണ്, വീട്ടിലത്തേക്കല്ല കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് നമ്മൾ ഇന്നലെ ചെയ്ത അതേ മെത്തേഡിൽ ഇതിനൊന്ന് കരാമലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ ഭാഗമൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി, അപ്പോൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് ഇളക്കി വെക്കാം. ഇത് ഒന്ന് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട്, നമ്മൾ അലുമിനിയം ആകുമ്പം നമ്മുടെ ചൂട് കൂടുതലായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഇത് മെൽറ്റ് ആകും. അപ്പോൾ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അത് ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതൊരു കയ്പ്പ് രുചി ഉണ്ടാകും. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും കാരമലൈസ് ചെയ്യുമ്പം ഈ ഒരു വുഡൻ സ്പാച്ചിലയാണ് യൂസ് ചെയ്യുന്നത്. കാരണം വുഡൻ സ്പാച്ചിലാകുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ സ്റ്റീലിൽ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഇളക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മെൽറ്റ് ആവാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വുഡൻ സ്പാച്ചുലയാണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിതിന് നമ്മുടെ സിലിക്കോൺ അങ്ങനത്തെ സ്പാച്ചുല ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കരാമിലിന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം, ഒരു കുഴപ്പവും ഇല്ല. അത് നല്ലതായിട്ട് നമ്മുടെ കരാമിൽ മെൽറ്റായി വരാനാണ്. അപ്പോൾ ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട, കുറച്ച് സമയം വെച്ച് തിളപ്പിച്ചാൽ മതിയാവും. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ആ കരാമിലായതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന അത്രയും ഒരു സമയം നമ്മൾ അതിനെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം മെൽറ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മുടെ ഈ കരാമിൽ നല്ലവണ്ണം നമുക്ക് തണുപ്പിച്ചെടുക്കാം. നല്ല തണുത്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു നമ്മുടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ 1 കപ്പ് മൈദയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ ഒരു ഇച്ചിരിയും കൂടി നമ്മുടെ ഗ്രാമ്പു ഞാൻ പൊടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് 3 പ്രാവശ്യം സീവ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിക്കാൻ എടുത്തേക്കുന്നത്. അതിൽ മുഴുവനും ഇടുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ 3 മുട്ടയുടെ ആവശ്യം നമുക്കിതിൽ വരുന്നുള്ളൂ. 2 കപ്പ് മൈദയ്ക്ക് 3 മുട്ടയുടെ ആവശ്യമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചിരുന്നു, അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് അത് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പഞ്ചസാരയിൽ കുറച്ച് പട്ടയും ഒരു 4-5 ഏലക്ക ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴല്ല ആഡ് ചെയ്യുന്നത്, നന്നായിട്ട് പൊടിച്ചൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പോഴല്ല നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഞാൻ 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്, കാരണം എൻ്റെ ഇരിക്കുന്ന ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അതിന് 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാനില എസൻസിനനുസരിച്ച് ഡാർക്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ധാരാളം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ നമ്മളിപ്പം ചെയ്യുന്നത് മിക്സിയിലാണെങ്കിൽ അതിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ബീറ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് 1 മിനിറ്റോളം ബീറ്റ് ചെയ്ത് ആ ഒരു യെല്ലോയിഷ് കളർ മാറി ഒരു വൈറ്റിഷ് കളറാക്കി എടുക്കുക. അപ്പോൾ ആ സമയത്തേക്കും നമ്മൾ എടുത്ത 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കുക. ഇന്ന് സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് മുട്ട ഇത്രയും ഫ്ലഫി ആക്കാറില്ല, കുറച്ചൊന്ന് ബീറ്റ് ചെയ്യാറേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ നല്ല ഫ്ലഫി ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം എടുത്ത് നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഇതിനെ സോഫ്റ്റാക്കി എടുക്കുക. ബീറ്റ് ചെയ്യുന്നതിലൊന്നും പിശകൊന്നും വരത്തില്ല. നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരു 3 മിനിറ്റോളം ഹൈ സ്പീഡിൽ തന്നെ നമ്മുടെ മിക്സിയുടെ ഹൈ സ്പീഡിലിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഓയിൽ എടുത്ത് കഴിഞ്ഞ് നമ്മൾ 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ പ്ലം കേക്കിന് മുകൾ ഭാഗത്ത് ഒരു ഓയിലി ടച്ച് ഉണ്ടാകും. എന്താ പറയുക, അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വല്ലാണ്ടിരിക്കുന്നത് പോലെ ആവും. അതുകൊണ്ട് 1 മിനിറ്റ് നല്ല രീതിക്ക് നമ്മൾ ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാം ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ ഇത്രയും ബീറ്റ് ചെയ്ത് നമ്മൾ ഫ്ലഫി ആക്കി വെച്ചേക്കുന്ന ആ ഒരു ഇത് താന്നു പോകും. അപ്പോൾ അത് ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ സ്പാച്ചുലയല്ല യൂസ് ചെയ്യുന്നത്, വിസ്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ കട്ടയൊന്നും കെട്ടാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ സ്പാച്ചുലയാണെങ്കിലും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ചെയ്താൽ മതി, പക്ഷെ അതിനേക്കാൾ ഈസി ഇത് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാറ്റർ ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചെയ്ത് വെച്ചേക്കുന്ന കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒന്ന് തിക്കായി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഒരുപാട് നമ്മൾ ടൈറ്റ് ആക്കാൻ നിൽക്കരുത്, എങ്കിൽ നമ്മുടെ കേക്കിന് അത് എന്താ പറയുക, അത് കേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് തിക്കാക്കരുത്, ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഈ കാരമൽ സിറപ്പ് ഒഴിച്ചിട്ട് ഇനി ഒന്ന് ലൂസാക്കിയിട്ട് വേണം അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഇത് മിക്സ്, നമ്മുടെ കാരമൽ സിറപ്പും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറി മാറി ഇട്ടിട്ട് ഇതിനെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ബാച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോക്കിങ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്രയും ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും ആഡ് ചെയ്യുവാണ്. പിന്നെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മിക്സിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ മിക്സിംഗ് ഒക്കെ തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ
ശർക്കര മെൽറ്റ് ചെയ്തതാണ്. അതിൻ്റെ 2 ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെയും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ പഞ്ചസാര, നമ്മൾ ഏലക്കായും പട്ടയൊക്കെ ഇട്ട് പൊടിച്ചിട്ടുള്ള ആ പഞ്ചസാര നന്നായിട്ട് അരിച്ച് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യുക. അപ്പം ലാസ്റ്റത്തെ ഈ നമ്മുടെ ശർക്കര ഒഴിക്കുന്ന സ്റ്റെപ്പ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണുള്ള 1/2 ടീസ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഫൈനൽ സ്റ്റേജിലാക്കി. നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ടിന്നിൽ തന്നെ ഒഴിച്ചെടുത്ത് ബേക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കിത് പുറത്ത് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ചെറിയ അലൂമിനിയം ഫോയിലിൻ്റെ ടിന്നുണ്ട്, അതിലേക്കാണ് ഇത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗത്തോളം ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമൊക്കെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് വ്യത്യാസം വരും. 10 മിനിറ്റ് നമ്മൾ മസ്റ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ ഇതൊരു 30 മിനിറ്റ് ആയപ്പോഴേക്കും അത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈം പറയാത്ത, ഓരോരുത്തർക്ക് ഓരോ ടൈമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ കേക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.